സുഹൃത്തുക്കളെ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വരികയാണ്. പണ്ട് കാലങ്ങളിൽ നമ്മൾ തുണിയൊക്കെ ഇസ്തിരി ഇടുന്ന ഈ കരിപ്പെട്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇന്നല്ലേ കറണ്ടും കാര്യങ്ങളും, അന്ന് കറണ്ടില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ പെട്ടിയാണ് ഇത്. ഈ പെട്ടി എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ചിരട്ട കത്തിച്ചിട്ട് അതിൻ്റെ കരി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലിട്ട് പെട്ടി ചൂടാകുമ്പോഴാണ് നമ്മൾ തുണി അയൺ ചെയ്യുന്നത്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ നോക്കിക്കോളൂ. കണ്ടോ, ഇതാണ് പെട്ടി. ഇത് ഈ ഓട് കൊണ്ടുള്ള പെട്ടിയാണിത്. നല്ല കട്ടിയുള്ള പെട്ടിയാണ്. അപ്പോൾ ഞാനത് റെഡിയാക്കി കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കോളൂ. രണ്ട് മൂന്ന് ചിരട്ടയൊക്കെ മതി. അതൊരു അരമണിക്കൂർ പിടിക്കുന്നു മാത്രം. കറണ്ടാകുമ്പോൾ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് കാര്യം നടക്കുമല്ലോ. ഇത് കത്തി ഏകദേശം നല്ലായി കഴിയുമ്പോൾ എടുത്ത് ഈ പെട്ടിക്കകത്തേക്ക് ഇടുക. അത് കഴിഞ്ഞ് അടച്ചിട്ട് തുണി തേക്കുക. തുണി തേക്കുന്നതിന് മുമ്പ് പെട്ടി നമ്മളൊരു വാഴയിലയൊക്കെ വെച്ച് തൂക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിലൊക്കെ ചിലപ്പോൾ കരിയൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ തേച്ചിട്ടുകൊണ്ട് പോകുമ്പോൾ ഡിസൈൻ കാണും. അതുകൊണ്ട് അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം അതൊക്കെ ഞാൻ തേച്ച് കാണിക്കാം എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ. നിങ്ങൾ വെയിറ്റ് ചെയ്ത് കാണിച്ചു തരാം. അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആയി വരുന്നേ ഉള്ളൂ. കാണിച്ചു തരാം. ഇതുപോലെ അതിൻ്റെ ഓരോ പീസ് എടുത്തതിനകത്തേക്ക് ഇതിനകത്തേക്ക് ഇടുക. എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ അതിന് വേണ്ടി മേൽക്കണം. ഇന്നത്തെ കാലത്ത് അതുമല്ലോ ഉണ്ട്. സ്വിച്ചങ്ങ് ഇട്ടു 5 മിനിറ്റ് കൊണ്ട് പണിയായി. ഒരു തുണി തേച്ചെടുക്കാം. ഇത് വെറുതെ പണിയാ. അത് അടിയിലത്തെ റിങ് ലേശം ചെറുതാണ്. അത് ഒതുങ്ങുന്നില്ല. ചെറുതല്ല, വട്ടം കൂടി. അതുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് ഇരിക്കാത്തത്. കണ്ടോ, ഇതുപോലെ കനലാവും പെട്ടിക്കകത്ത്. വേണ്ട കനൽ. ഇനി അടച്ചിട്ടങ്ങ് കൊണ്ടുപോകും. ഇതാണ് പരിപാടി. കാണിച്ചു തരാം കേട്ടോ. അയൺ ചെയ്യുന്നത് കാണിച്ചു തരാം. പിന്നെ കൂട്ടുകാർ ഇതുപോലെ ഈ പറഞ്ഞാൽ ഈ വാഴയില വേണം ആദ്യം ഇങ്ങനെ തേക്കാൻ. തേക്കുന്ന പെട്ടിയുടെ അടിയിൽ ചിലപ്പോൾ കരി അഴുക്കൊക്കെ ഉണ്ടാവും. അത് പോകാതെ എടുത്ത് നമ്മൾ തേച്ചിട്ടുണ്ടെങ്കിൽ വെള്ള തുണിയൊക്കെ ആണെങ്കിൽ മുഴുവൻ ഡിസൈനായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അത് കാണിക്കുന്ന കേട്ടോ.
ഇന്നിപ്പോൾ കറണ്ട് പെട്ടിയുടെ കാലം, അതായിരിക്കുന്ന കറണ്ട് പെട്ടി. അതൊക്കെ സ്വിച്ചിട്ട് കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് പണി കഴിഞ്ഞ് തുണി കഴിഞ്ഞ് തേച്ച് പോവാം. അത് നടക്കില്ല. അയൺ ചെയ്യുന്നത് കാണിച്ചു തരാവേ. ക്യാമറ പിടിക്കാൻ ആളില്ലാത്തതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ട്. ഞാൻ ഒറ്റയ്ക്ക് ഇതെല്ലാം കാണിച്ചു തരണ്ടേ. വേണ്ട, ഇങ്ങനെ അങ്ങോട്ട് അടിപൊളിയായിട്ട് ചെയ്തെടുക്കും. ശരിക്കും പറഞ്ഞാൽ കറണ്ട് പെട്ടിയിൽ തേക്കുന്നേക്കാളും നല്ലപോലെ ചുളുക്കൊക്കെ നോക്കും, നല്ല വൃത്തിയാവും. എന്നുവെച്ചാൽ പെട്ടിക്ക് നല്ല ചൂടും ഉണ്ടാവും, നല്ല വെയിറ്റും ഉണ്ടാവും. ഈ കറണ്ട് പെട്ടി എന്ന് പറഞ്ഞാൽ അതിനത്ര വെയിറ്റ് ഒന്നുമില്ല, വെയിറ്റ്ലെസ് എപ്പോൾ ഉള്ളതല്ല. ഇതുകൊണ്ട് തേക്കുന്നതാണ് തുണി നല്ല നീറ്റായി കിട്ടും. അരിയും മൂലയും മുക്കും മൂലയൊക്കെ നല്ല ക്ലീനായിരിക്കും. അങ്ങനെ ഗുണമുണ്ട്. സമയം കുറച്ച് പിടിക്കുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ ചിരട്ട വേണമെന്നാണ്. പിന്നെ ഇതിൻ്റെ ഗ്യാസിൻ്റെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ തന്നെ ഗ്യാസിൻ്റെ സംവിധാനമുണ്ട്. അത് വേറെ, അത് ഞാൻ കണ്ടിട്ടില്ല. സംഗതി ഉണ്ട്. ഗ്യാസ് കൊണ്ട് ഇതുപോലത്തെ പെട്ടി ചൂടാക്കി അഞ്ച് അങ്ങനെയുണ്ട് സംഭവം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും വേണ്ടതുപോലെ എല്ലാം നമുക്ക് തരിക. സബ്സ്ക്രൈബ് ചെയ്യുക, ചെയ്തിട്ടില്ലാത്തവർ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തുക, മറക്കാൻ പാടില്ല. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം. ഓക്കെ.